നമസ്കാരം. 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉന്നത ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ടും കത്തുകളിലൂടെയും നന്ദി അറിയിച്ച മുഖ്യമന്ത്രിയുടെ നടപടി രാഷ്ട്രീയ വിരമിക്കലിന്റെ മുന്നോടിയാണോ എന്ന ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. എക്സിറ്റ് പോളുകൾ ഭരണമാറ്റം പ്രവചിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിടവാങ്ങൽ ശൈലിയിലുള്ള നീക്കങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. സെക്രട്ടേറിയറ്റിലെത്തിയ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി, DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് വ്യക്തിപരമായി നന്ദി അറിയിച്ചത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം സർക്കാരിന് നൽകിയ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വകുപ്പ് മേധാവികൾക്ക് അദ്ദേഹം കത്തയക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഒരു ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു നീക്കം ഫലപ്രഖ്യാപനത്തിന് മുൻപേ ഉണ്ടാകാറില്ല. തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം സ്വയം പിന്മാറാൻ തയ്യാറെടുക്കുകയാണോ എന്നതാണ് രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നത്. സ്പീക്കർ AN ഷംസീർ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് യാത്ര പറഞ്ഞതും ഇതിനോട് കൂടി ചേർത്ത് വായിക്കപ്പെടുന്നു. സ്പീക്കർ രാജ്ഭവനിലെത്തി ഗവർണർ RV ആർലേക്കറെ കണ്ട് നന്ദി അറിയിച്ചതും അസ്വാഭാവികമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണഘടനാ പദവികൾ ഒഴിയുന്നതിന് മുന്നോടിയായുള്ള മര്യാദകളാണോ ഇത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നു. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചോ എന്ന ചോദ്യം ഇതോടെ ഉയരുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ CPM ക്യാമ്പുകളിൽ അസാധാരണമായ മൗനം പടർന്നിട്ടുണ്ട്. ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു എന്ന വിലയിരുത്തലുകൾ മുഖ്യമന്ത്രിയും ഉൾക്കൊള്ളുന്നു എന്നതിന്റെ തെളിവാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഈ കത്തുകൾ. വോട്ടെണ്ണലിന് ശേഷം രാഷ്ട്രീയമായ തിരിച്ചടികൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പാർട്ടി അണികൾക്കിടയിലും സംസാരമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തന രീതിയും സാമുദായിക സമവാക്യങ്ങളിൽ വന്ന മാറ്റങ്ങളും ഇത്തവണ ഇടതു മുന്നണിക്ക് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ പരസ്യമായി ഭരണ തുടർച്ച പ്രവചിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഈ വിടവാങ്ങൽ മൂഡ് അണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന ബോധ്യം മുഖ്യമന്ത്രിക്ക് വന്നു കഴിഞ്ഞു എന്ന ചർച്ചകളും UDF ക്യാമ്പുകൾക്ക് വലിയ രീതിയിൽ ആവേശം നൽകുന്നുണ്ട്. ഗവർണറുമായി മുഖ്യമന്ത്രിയുടെ ബന്ധം പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു. എന്നാൽ ഫലം വരും മുൻപ് തന്നെ ഇത്തരം ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നടത്തുന്നത് ഭരണമാറ്റത്തിന്റെ കൃത്യമായ സൂചന തന്നെയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനെ അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത്. 10 വർഷത്തെ തന്റെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾക്ക് ഉദ്യോഗസ്ഥർ നൽകിയ സഹായത്തെ അഭിനന്ദിക്കുക വഴി മാന്യമായ ഒരു പടിയിറക്കത്തിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നും വിലയിരുത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിരമിക്കൽ മൂഡിലാണ് എങ്കിലും പാർട്ടിയിലെ തലമുറ മാറ്റത്തിന് വഴിയൊരുക്കാനാണോ പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് എന്നും കണ്ടറിയണം. മുഖ്യമന്ത്രിയുടെ ഈ നീക്കം ഫലം വരുന്നതിന് മുൻപുള്ള ഒരു തന്ത്രമാണോ അതോ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള പിന്മാറ്റമാണോ എന്ന് മെയ് 4 വോട്ടെണ്ണൽ ഫലം വ്യക്തമാക്കും.